മലയാളത്തിൽ ഇറങ്ങിയ വലിയ സാമ്പത്തിക വിജയമായ ചിത്രമായിരുന്നു ലൂസിഫർ. പൃഥ്വിരാജ് ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രത്തിൽ മോഹൻലാൽ ആയിരുന്നു നായകൻ. പ്രഖ്യാപനം മുതൽ തന്നെ ഹൈപ്പിന്റെ കൊടുമുടിയിൽ കയറിയ ചിത്രം ബോക്സ് ഓഫീസിൽ വമ്പൻ വിജയം നേടുകയും ആയിരുന്നു. 2019 ഇറങ്ങിയ ചിത്രത്തിന് ഒരു രണ്ടാം ഭാഗം ഉണ്ടാകുമെന്ന് അന്ന് തന്നെ അണിയറ പ്രവർത്തകർ അറിയിക്കുകയും ചെയ്തു. രണ്ടാം ഭാഗമായ എമ്പുരാൻ പ്രഖ്യാപിച്ചതോടെ വീണ്ടും ആരാധകർ ആവേശത്തിലായി. ചിത്രത്തിന്റെ ഓരോ അപ്ഡേറ്റിനും വലിയ സ്വീകാര്യതയാണ് സോഷ്യൽ മീഡിയയിൽ ലഭിക്കാറുള്ളത്. ഇപ്പോഴിതാ എമ്പുരാന്റെ അപ്ഡേറ്റുകൾ എന്തെല്ലാമായി എന്ന ചോദ്യത്തിന് മറുപടി പറയുകയാണ് ഇന്ദ്രജിത്ത്. ചിത്രത്തിന്റെ ഷൂട്ടിംഗ് അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. മോഹൻലാൽ ഉടനെ ജോയിൻ ചെയ്യും എന്നാണ് അടുത്തിടെ അറിയാനും കഴിഞ്ഞത്. ചിത്രത്തിന്റെ 20% കഴിഞ്ഞെന്നും ഇനി ഇത്രത്തോളം ശതമാനം എടുക്കാനുണ്ടെന്നും ഇന്ദ്രജിത്ത് പറയുകയാണ്. ഇന്ത്യക്ക് പുറത്തുള്ള സ്ഥലങ്ങളിലെ ഷൂട്ടിംഗ് കഴിഞ്ഞെന്നും ഇനി അബുദാബിയിൽ കുറച്ച് ഉണ്ടെന്നും ഇന്ദ്രജിത്ത് കൂട്ടിച്ചേർത്തു. ഒരു അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ഇന്ദ്രജിത്ത് സുകുമാരൻ. പടം ഒരു 20% കഴിഞ്ഞു. ഔട്ട്സൈഡ് ഇന്ത്യ കുറെ കഴിഞ്ഞെന്ന് തോന്നുന്നു. ഇനി അബുദാബിയിലും കൂടെയുണ്ട്. UK-യിൽ ഒരു ഷെഡ്യൂൾ ഉണ്ടായിരുന്നു, US-ൽ ഉണ്ടായിരുന്നു, തുടങ്ങിയത് ഇന്ത്യയിലായിരുന്നു. ഔട്ട്സൈഡ് ഇന്ത്യ ഷൂട്ടിംഗ് കഴിഞ്ഞു. ഇനി കേരളത്തിൽ ഒരു മെയിൻ ഷെഡ്യൂൾ ഉണ്ട്. ഇന്ത്യക്ക് അകത്ത് പല സ്ഥലങ്ങളിലായിട്ട് ഷൂട്ടിംഗ് ഉണ്ട്. അതൊക്കെ ഇനി വരുന്നതേ ഉള്ളൂ. 20% കഴിഞ്ഞിട്ടുള്ളൂ, 80% ബാക്കിയുണ്ട്. അമേരിക്കയിൽ 1-2 നല്ല സീൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ദ്രജിത്ത് പറയുന്നത് ഇങ്ങനെ. ഇതുകൂടാതെ അടുത്തിടെ ഒരു അഭിമുഖത്തിൽ പൃഥ്വിരാജ് തന്നെ എമ്പുരാനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയുകയുണ്ടായി. മോഹൻലാൽ അടുത്തിടെ സംവിധായകൻ ആയല്ലോ. മോഹൻലാൽ പ്രത്യേക രീതിയിലുള്ള സംവിധാന സംരംഭമാണ് ബറോസ് എന്ന ചിത്രത്തിലൂടെ ചെയ്തിരിക്കുന്നത്. ഒരു റിഗൊക്കെ ഉണ്ടാക്കി അതിലൊക്കെയായിരുന്നു ഷൂട്ട് ചെയ്തത്. സംവിധായകൻ എന്ന നിലയിൽ ആദ്യത്തെ സംരംഭത്തിൽ തന്നെ വലിയ രീതിയിലുള്ള പരീക്ഷണങ്ങളും വലിയ രീതിയിലുള്ള ഒരുക്കങ്ങളും ഒക്കെ നടത്തി എന്നതാണ് മോഹൻലാൽ എന്ന നടനെ സംബന്ധിച്ച് ആദ്യ സംവിധാനത്തിൽ എടുത്തു പറയാനുള്ളത്. അപ്പോഴാണ് ഇതിനെക്കുറിച്ച് പൃഥ്വിരാജിനോടും ചോദിക്കുന്നത്. അതുപോലുള്ള സംഭവങ്ങൾ എമ്പുരാനിലും ഉണ്ടോ എന്ന രീതിയിലായിരുന്നു ചോദ്യവും എത്തിയത്. പൃഥ്വിരാജ് അതിനെക്കുറിച്ച് പറഞ്ഞതും ഇങ്ങനെയായിരുന്നു. അതുപോലത്തെ സീനുകളൊക്കെ എമ്പുരാനിലും ഉപയോഗിച്ചിട്ടുണ്ട് എന്ന രീതിയിൽ. കൂടുതലും ആക്ഷൻ സീക്വൻസിലാണ് എമ്പുരാനിൽ ഇതൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് എന്നാണ് പൃഥ്വിരാജ് പറയുന്നത്. ഒരു ട്രക്കിലുണ്ടാകുന്ന ഒരു ആക്ഷൻ സീക്വൻസ് ഉണ്ട്. ട്രക്ക് മറിയുന്നതും അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആക്ഷൻ സീക്വൻസ്. എന്നാൽ തനിക്ക് പുറത്തു നിന്നുള്ള ട്രക്കിന്റെ ഷൂട്ടല്ല വേണ്ടത്, ട്രക്കിനകത്ത് എന്താണ് അത് മറിയുമ്പോൾ സംഭവിക്കുക എന്നും ആ ഇമോഷൻസും പേടിപ്പെടുത്തലും ഒക്കെയാണ് വേണ്ടതെന്നും പൃഥ്വിരാജ് സുകുമാരൻ പറയുന്ന വാക്കുകൾ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു. വലിയ രീതിയിലുള്ള ആക്ഷൻ സീക്വൻസുകൾ എമ്പുരാനിൽ ഉണ്ട് എന്ന് വ്യക്തമാക്കുന്ന പൃഥ്വിരാജിന്റെ വാക്കുകളായിരുന്നു അത്. ട്രക്ക് മറിയുമ്പോൾ ഉള്ളിലുണ്ടാകുന്ന ആക്ഷൻ, ഒപ്പം അതിലിരിക്കുന്ന നടന്മാരുടെ ആ റിയാക്ഷനും ഒക്കെയാണ് പൃഥ്വിരാജ് ക്ലോസിൽ ഷൂട്ട് ചെയ്തിരിക്കുന്നത് എന്ന രീതിയിലാണ് പറഞ്ഞു വെക്കുന്നതും. അപ്പോൾ നമ്മൾ കാണാനിരിക്കുന്നതും ഗംഭീരമായ ചില കാര്യങ്ങളാണ് എമ്പുരാനിൽ ഉള്ളത് എന്ന് വ്യക്തമാക്കുന്ന വാക്കുകളാണ് പൃഥ്വിരാജിൽ നിന്നും എത്തിയത്. ഇത് വലിയ രീതിയിൽ ആരാധകർ വൈറലാക്കുകയും ചെയ്തു സോഷ്യൽ മീഡിയ. എന്തായാലും ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഇനിയും ബാക്കിയുണ്ട്. 80% ബാക്കിയുണ്ട് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ചിത്രത്തിന്റെ ഷെഡ്യൂളുകൾ ഇന്ത്യയിലാണ് പുരോഗമിക്കുന്നത്. മോഹൻലാൽ ഉടനെ ജോയിൻ ചെയ്യുമെന്നാണ് അറിയാൻ കഴിയുന്നതും. ഇതൊക്കെ പങ്കുവച്ചുകൊണ്ട് എത്തിയത് ഈ സിനിമയിൽ അഭിനയിക്കുന്ന ഇന്ദ്രജിത്ത് സുകുമാരൻ തന്നെയാണ്.